നമസ്കാരം. അറിയാൻ പാടില്ലാത്ത പണി ചെയ്യാനിറങ്ങി ജീവിതകാലം മുഴുവൻ വിചാരിച്ചതിലും തീരാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാത്രമല്ല അഭിനയ രംഗത്ത് നിന്ന് തന്നെ നിഷ്കാസിതനായിപ്പോയ ഒരാളുടെ കഥയാണ് ഞാനിന്നിവിടെ പറയുന്നത്. മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സീരിയൽ രംഗത്ത് ടൈറ്റിൽ സോങ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ ഓടി വന്ന് ടി വിയുടെ മുന്നിലിരിക്കുന്ന ചുരുക്ക സീരിയലുകളെ ഉണ്ടായിരുന്നുള്ളൂ. മെഗാബൈറ്റിൻ്റെ ബാനറിൽ സാക്ഷാൽ മമ്മൂട്ടി നിർമ്മിച്ച് വയലാർ മാധവൻകുട്ടി സംവിധാനം ചെയ്ത ജ്വാലയായി എന്ന് പറഞ്ഞ വലിയ സൂപ്പർ ഹിറ്റായ ദൂരദർശനിലൊരു സീരിയലാണ്. ആ പരമ്പരയുടെ ജ്വാലയായി എന്ന് നീട്ടിയുള്ള വിളി ടി വിയിൽ കേൾക്കുമ്പോൾ തന്നെ വീട്ടിലെ പെണ്ണുങ്ങൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതവിടെ ഇടും, എന്നിട്ട് ഓടി വന്ന് ടി വിയുടെ മുമ്പേ ഇരിക്കുമായിരുന്നു. അതൊക്കെ എന്താ പറയുക, അവിടെ കിടക്കട്ടെ എന്ന് അതിനേക്കാൾ വലുതായിരുന്നു ജ്വാലയായി കാണുക എന്നുള്ളത്. അത് ഉച്ചയ്ക്കായിരുന്നു. അതുപോലെ രാത്രി കാലങ്ങളിൽ കത്തനാർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ സോങ് കേൾക്കുമ്പോൾ പ്രായവ്യത്യാസമില്ലാതെ വീട്ടുകാരെല്ലാം ടി വിയുടെ മുന്നിലെത്തുമായിരുന്നു. എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീതം നൽകി ചുനക്കര രാമൻകുട്ടി സാർ എഴുതിയ ആ ടൈറ്റിൽ ഗാനം വലിയ ഹിറ്റായി മാറി. ഇപ്പോഴും ഏതോ യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ഈ പരമ്പരയിൽ ടൈറ്റിൽ റോളായ കടമറ്റത്ത് കത്തനാർ ഒരു സുപ്രഭാതത്തിൽ വലിയ ജനകീയത നേടി. അത് അഭിനയിച്ച ആൾ കത്തനായരായി വന്ന പ്രകാശ് പോൾ അദ്ദേഹം ചിന്തിക്കാത്ത ഉയരങ്ങളിലേക്ക് പോയി. അഭിനയിക്കാൻ എനിക്ക് വശമില്ല, അഭിനയം എൻ്റെ വഴിയല്ല, ഇക്കാര്യം തുറന്നു പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ചുരുക്കം പേരിലുള്ള ഒരാളാണ് പ്രകാശ് പോൾ. ഊരിപ്പോരാൻ പറ്റാത്ത വിധം ജനപ്രിയ നായകനായിപ്പോയി അദ്ദേഹം ഈ കത്തനാർ വന്നപ്പോൾ. അതുതന്നെ അദ്ദേഹത്തിന് ദോഷമായിട്ടും മാറി. കത്തനാർ സംപ്രേഷണം തുടങ്ങിയ 6ാമത്തെ എപ്പിസോഡിലാണ് പ്രകാശ് പോളിനെ കാണിക്കുന്നത്. അപ്പോൾ 5 എപ്പിസോഡിലും അദ്ദേഹത്തെ അറിയില്ല. 5ാമത്തെ എപ്പിസോഡിൽ ലോങ് ഷോട്ടിൽ നടന്നു പോകണം കാണാം. 6ാമത്തെ ഷോട്ടിൽ അടുത്ത തിങ്കളാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാണ് കത്തനാർ. അങ്ങനെ പ്രകാശ് പോളിനെ ആളുകൾ തിരിച്ചറിഞ്ഞു ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട്. പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ മകനെ ഒരു അഡ്മിഷൻ കാര്യം സംസാരിക്കാനായി തലസ്ഥാനത്തെ പ്രശസ്തമായ SME സ്കൂളിലേക്ക് പ്രകാശ് പോൾ ചെന്നു. അവിടെ ഒരു അധ്യാപകനാണ് മുരുകൻ കാട്ടാക്കട, നമ്മുടെ കവി. മുരുകനുമായിട്ട് നല്ല പരിചയമുണ്ട്. ആ ധൈര്യത്തിലാണ് SME സ്കൂളിലേക്ക് ചെന്നത്. സ്കൂളിൻ്റെ കോറിഡോറിലൂടെ ഇന്നലെ ടി വിയിൽ കണ്ട കത്തനാർ നടന്നു വരുന്നത് കണ്ട പിള്ളേർ പഠിപ്പിച്ചുകൊണ്ട് വന്ന ടീച്ചറിനെ ഒന്നും പേടിക്കാതെ കത്തനാരേന്ന് വിളിച്ചിട്ട് പിന്നാലെ ഓടിയെങ്കിലും ഈ പിള്ളേർ പുറകെ ഓടി വരികയാണ്. അത് കണ്ട കത്തനാരൊന്ന് വരണ്ടു. നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ പ്രകാശ് നടന്നോടി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കുട്ടികൾ പിന്നാലെ. ഓട്ടത്തിനിടയിൽ ചില കുട്ടികൾ വീണു. അവരുടെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് മറ്റു കുട്ടികൾ ഓടിയപ്പോൾ നിലവിളിയായി. അധ്യാപകർ ചൂരലുമായി വന്ന് ലാത്തി ചാർജ് നടത്തിയാണ് നിയന്ത്രിച്ചത്. പ്രകാശ് പോളിനെ ടീച്ചേഴ്സിൻ്റെ റൂമിലേക്ക് കയറ്റി. അവിടെയും ജനാലകളൊക്കെ പൊളിയും എന്ന അവസ്ഥ. പിള്ളേർ തൂങ്ങിക്കിടക്കുകയാണ് കത്തനാരെ കാണാനായിട്ട്. ഒരു അലമാരയുടെ പുറകിൽ കത്തനാരെ ഒളിപ്പിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞ TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത സീരിയലിൻ്റെ ജനപ്രിയത നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. ഈ വിജയം സ്വപ്നത്തിൽ പോലും പ്രകാശ് പോൾ കരുതിയിരുന്നില്ല. ഏതൊക്കെയോ പരമ്പരകളിൽ എന്തൊക്കെയോ വേഷങ്ങൾ അതിനു മുമ്പ് ചെയ്തിരുന്നു. അഭിനയം തനിക്ക് പറ്റിയ പണിയല്ല എന്ന് ഒരു നാടക റിഹേഴ്സൽ ക്യാമ്പിൽ ആദ്യ ദിവസം തന്നെ ഉറപ്പിച്ച ആളായിരുന്നു പ്രകാശ് പോൾ. സൂര്യ ടി വിയിലെ പ്രഭാത പ്രോഗ്രാമായ പൊൻപുലരി എന്ന് പറഞ്ഞ വളരെ ജനകീയമായ പ്രോഗ്രാമാണല്ലോ പൊൻപുലരി. അതിൻ്റെ കോർഡിനേറ്ററായി പ്രകാശ് പോൾ പ്രവർത്തിക്കുന്ന കാലം. തുക കുറവാണെങ്കിലും ശമ്പളം കുറവാണെങ്കിലും സ്ഥിരമായി കിട്ടുന്ന തുകയായതിനാൽ കോർഡിനേറ്റർ പണി ഭംഗിയായി കൊണ്ടുപോകുന്ന കാലത്താണ് സംവിധായകൻ TS സുരേഷ് ബാബുവിൻ്റെ വിളി വരുന്നത്. പ്രകാശേ, ഒരൊറ്റ ദിവസം ഡൂപ്പായിട്ട് ഒരു വേഷം വന്ന് ചെയ്തു തരണം. ഞാനേ ഏഷ്യാനെറ്റിന് വേണ്ടി കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞ ഒരു വിഷയം സീരിയലാക്കുക. കത്തനാർ ആകേണ്ട ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ചുരുങ്ങിയത് ഒരു 6'2" പൊക്കമുള്ള 6 അടിയെങ്കിലും പൊക്കമുള്ള
ഒരാളായിരിക്കണം. അതുപോലെ തന്നെ സമൃദ്ധമായ താടിയും നല്ല നീട്ടി വളർത്തിയ തലമുടിയും വേണം. അങ്ങനെ ഒരാളെ ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പേ ഞങ്ങൾക്ക് പൈലറ്റ് കൊടുക്കണം. അപ്പോൾ അതിൽ കത്തനാറിൻ്റെ ഡൂപ്പായിട്ട് ഒന്ന് പ്രകാശ് വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഈ വേഷം ക്യാപ്റ്റൻ രാജു ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ സുരേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ സീരിയലിലൊക്കെ ഉള്ള നടനായിരിക്കും ചെയ്യുന്നത്. അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നെല്ലാം ബാബുവേട്ടൻ പറഞ്ഞു. പരമ്പര ചെയ്യാനായി അത്രയും നാൾ ഇവരെയൊക്കെ കിട്ടുമോ എന്ന ഒരു സന്ദേഹമുണ്ട്. ക്യാപ്റ്റൻ രാജുവിനെയൊക്കെ കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. ടൈറ്റിൽ റോളിൽ ഒരു 10-100 ദിവസമൊക്കെ നിൽക്കാൻ പറ്റുമോ? ഒരു വർഷമൊക്കെ നിൽക്കേണ്ടി വരില്ലേ? TS സുരേഷ് ബാബു ആണെങ്കിൽ കടമറ്റത്ത് കത്തനാർ മാത്രമല്ല, വിക്രമാദിത്യൻ, അലാവുദ്ദീനും അത്ഭുത വിളക്കും പോലുള്ള രസകരമായ പരമ്പരകൾ ഭംഗിയായിട്ടെടുത്ത സംവിധായകനാണ്. ഒരു ദിവസത്തേക്ക് ഡൂപ്പാകാനല്ലേ പ്രകാശ് പോളി ചെന്നു. ടൈറ്റിൽ സോങ്ങിൽ കാപ്പിപ്പൊടി കളർ ലോഹയും, തലയിൽ ഒരു പ്രത്യേകതരം തൊപ്പിയും, അരയിൽ വെള്ള ചരടും കെട്ടി ഊന്നുവടി കറക്കിയും നിലത്ത് കുത്തിയുമൊക്കെ ലോങ് ഷോട്ടുകളിൽ ഭംഗിയായി പ്രകാശ് പോൾ അഭിനയിച്ച് മടങ്ങി. മെർലാൻഡ് സുബ്രഹ്മണ്യത്തിൻ്റെ മകൻ കാർത്തികേയനാണ് ഇതിൻ്റെ കടമറ്റത്തച്ഛൻ്റെ നിർമ്മാതാവ്. അക്കാലത്ത് ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ഇല്ലാത്ത ചുരുക്കം നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു കാർത്തിക സാർ. 3 മാസം ഈ പൈലറ്റ് എടുത്ത ശേഷം കടന്നുപോയി. വീണ്ടും TS സുരേഷ് ബാബുവിൻ്റെ വിളി പ്രകാശിനെ തേടി വന്നു. പ്രകാശേ, അന്വേഷണങ്ങൾക്കൊടുവിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഡ്യൂപ്പായി ചെയ്ത പ്രകാശ് തന്നെ കത്തനാരായാലോ. ഇവിടെ മറ്റൊരു കഥ പറയേണ്ടിയിരിക്കുന്നു. JC സാർ, എൻ്റെ ഗുരുനാഥൻ, ദൂരദർശന് വേണ്ടി മലയാള മനോരമ ഇലക്ട്രോണിക്സ് മീഡിയ ആദ്യമായിട്ട് നിർമ്മിച്ച മോഹപക്ഷികൾ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. അതിൻ്റെ പിന്നാലെ എറണാകുളത്തുള്ള കളർ പ്രോസസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമ രാജൻ, കളർ പ്രോസസ് രാജന് വേണ്ടി കുതിരകൾ എന്ന് പറഞ്ഞ KK സുധാകരൻ്റെ നോവലെടുത്ത് സീരിയലാക്കി. ഈ 13 എപ്പിസോഡ് ചെയ്ത ഈ 2 സീരിയലും അക്കാലത്ത് വലിയ ജനപ്രിയ സീരിയലുകളായി മാറി. സംസ്ഥാന അവാർഡുകളും നേടി. അടുത്ത 2 പ്രോജക്റ്റുകൾ JC സാർ തീരുമാനിച്ചു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ചേലങ്ങാട്ടിൻ്റെ കാര്യം പറഞ്ഞ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണനെ കൊണ്ട് കടമറ്റത്ത് അച്ഛൻ്റെ തിരക്കഥ എഴുതാൻ തീരുമാനിച്ചു. കടമറ്റത്ത് അച്ഛനായി ബാബു ആൻ്റണി. ഈ വാർത്തകളൊന്നും ഇതുവരെ പുറത്തു വരാത്തതാണ് ഞാൻ ഈ പറയുന്നത്. ബാബു ആൻ്റണിയാണ് നായകനായി കടമറ്റത്ത് അച്ഛനാകേണ്ടത്. അപ്പോൾ അക്കാലത്ത് വികാസവാണി എന്ന് പറഞ്ഞ് കൊച്ചിയിലൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഈ ക്രിസ്ത്യൻ സെമിനാരിയൊക്കെ നടത്തുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ക്രിസ്ത്യാനികളുടെയാണ്. അപ്പോൾ ആ വികാസവാണിക്ക് വേണ്ടി കടമറ്റത്ത് അച്ഛൻ അവരുടെ ഉദ്ഘാടന പ്രോഗ്രാം, അവരൊരു ചാനൽ തുടങ്ങിയാണ് വികാസവാണി എന്ന് പറഞ്ഞിട്ട്, അതിലേക്ക് ഫിക്സ് ചെയ്തു. സാറാ തോമസിൻ്റെ, പ്രശസ്ത നോവലിസ്റ്റ് സാറാ തോമസിൻ്റെ വലക്കാർ, ആ നോവൽ വാങ്ങി ചെയ്യാൻ തീരുമാനിച്ചു. മീൻപിടുത്തക്കാരുടെ കഥയാണ്. അതിലും ബാബു ആൻ്റണി തന്നെ നായകൻ. ലത്തീൻ കത്തോലിക്കനായി ജനിച്ച ഞാൻ ആ സമുദായത്തിൻ്റെ ഒരു കഥയെങ്കിലും ചെയ്യേണ്ടേ എന്നായിരുന്നു വലക്കാർ തിരഞ്ഞെടുക്കാൻ സാറ് പറഞ്ഞ ന്യായം. തിരുവനന്തപുരം നന്ദാവനം പോലീസ് ക്യാമ്പിൻ്റെ എതിർവശത്താണ് ഇവരുടെ സാറാ തോമസിൻ്റെ വീട്. അപ്പോൾ അവിടെ ഞാനാണ് ചെന്നത്. 10,000 രൂപ അഡ്വാൻസ് കൊടുത്ത് സാറാ തോമസിൽ നിന്നും എഗ്രിമെൻ്റ് എഴുതി വാങ്ങി. സാറാ തോമസിൻ്റെ പവിഴമുത്തടക്കം JC സാർ ചെയ്ത സിനിമകളുണ്ട്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്തു. ഞാനും ചേലങ്ങാട്ട് മാമനും ആ റൂമിലെത്തി. സാറിൻ്റെ JC സാറിൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്താണ്, അയ്യപ്പങ്കാവിലാണ്. ഞങ്ങൾ 2 പേരും കൂടി സാറിൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് ദിവസവും ചർച്ചകൾ. എന്നിട്ട് റൂമിൽ വന്ന് ആ ചർച്ചകളുടെ അനന്തരഫലം എന്നോളം ചേലങ്ങാട്ട് മാമൻ വൺലൈൻ ഉണ്ടാക്കാനായിട്ട് ഓരോന്നായിട്ട് പറഞ്ഞു തരും. ഞാൻ എഴുതിയെടുക്കും. അങ്ങനെ 4-5 ദിവസം അങ്ങനെ അങ്ങ് പോയി. വൺലൈൻ റെഡിയായി. വികാസവാണി TV-യുടെ അന്നത്തെ ഹെഡ് എന്ന് പറയുന്നത് ക്യാമറാമാൻ ബിപിൻ ദാസാണ്. അദ്ദേഹവുമായി ചെന്ന് ചർച്ചകളൊക്കെ നടത്തി. അപ്പോഴാണ് അറിയുന്നത് മെരിലാൻഡ് കടമറ്റത്ത് കത്തനാർ ചെയ്യുന്നു. അവിടെ നിർത്തി JC സാറിൻ്റെ കത്തനാർ. കത്തനാർ നേടിക്കൊടുത്ത പ്രശസ്തി പ്രകാശ് പോളിനൊരു താങ്ങാനാവാത്ത ചുമടായി മാറി.
എവിടെയും ആരാധകരുടെ നിലവിട്ട പെരുമാറ്റം. ആ എന്താ പറയുക, കത്തനാരെ കണ്ട എല്ലാവരും വിചാരിച്ചത് ഇയാളൊരു അമാനുഷിക ശക്തിയുള്ള ഒരാളാണ് പ്രകാശ് പോൾ എന്നങ്ങ് തീരുമാനിച്ചു പ്രേക്ഷകർ. കണ്ടാൽ കാലിൽ തൊട്ട് നമസ്കരിക്കുക, പ്രകാശ് പോളിൻ്റെ പെർമിഷൻ പോലും വാങ്ങിക്കാതെ പ്രകാശ് പോളിൻ്റെ 2 കൈയും പിടിച്ച് തലയിൽ വെച്ച് അനുഗ്രഹിക്കൂ അച്ചോ എന്ന് പറയുക. ശരിക്കും പ്രകാശ് പോൾ ഭയന്നു പോയി എന്നാണ് പറയുന്നത്. പ്രകാശിനെ നഷ്ടപ്പെടും പോലെ തോന്നി. സ്കൂളുകളിലും ഗ്രന്ഥശാലകളിലുമൊക്കെ ഉദ്ഘാടകനായോ മുഖ്യ അതിഥിയായോ വിളിക്കുമ്പോൾ പോകാൻ പ്രകാശ് പോൾ സന്തോഷത്തോടെ അതെല്ലാം സ്വീകരിച്ചു, ആ വിളികളല്ല. എന്നാൽ കച്ചവട സ്ഥാപനങ്ങളോട് ഒരകലമിട്ടു. എന്നാൽ സമ്പന്നനുമല്ല പ്രകാശ് പോൾ. എന്നാലും കാശ് കിട്ടും എന്നതിനാൽ ചില കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോയി. കാസർഗോട്ട് ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം പ്രകാശിനെ തേടി വന്നു. കാസർഗോട്ട് പ്രകാശ് എത്തി, ഹോട്ടലിൽ താമസിപ്പിച്ചു. ഉദ്ഘാടന സ്ഥലത്ത് എത്തിയപ്പോൾ ശരിക്കും പ്രകാശ് പോൾ ഞെട്ടി. നനച്ചിരിക്കാത്ത ആൾക്കൂട്ടം കത്തനാരെ കാണാനായിട്ട്. ആരാധന പിടിവിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. കത്തനാരെ എവിടെയെങ്കിലും തൊടാനായി. കാറിൽ നിന്നിറങ്ങി പ്രകാശ് ഇറങ്ങുമ്പോൾ കത്തനാരുടെ ഏതെങ്കിലും ഭാഗത്തൊന്ന് തൊടാനായി ആരാധകർ മത്സരിച്ചു. ഷർട്ടിൽ പിടികിട്ടിയവർ ഷർട്ടിൻ്റെ പിടിവിടാതെ മുഴുവൻ വലിച്ചു കീറി. അതിശയോക്തിയില്ലാതെ പറയുകയാണ്. 2 കൈയുമൊക്കെ വലിച്ചങ്ങ് കീറി, തോളുമൊക്കെ വലിച്ചു കീറി. തലമുടിയിലോ താടിയിലോ പിടികിട്ടിയവർ ആ ജീവനുള്ള മുടിയൊക്കെ വലിച്ചു പറിച്ചു. ചോര പൊടിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. അന്തർമുഖനായ ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രകാശ് പോൾ കത്തനാർ നൽകിയ ഇമേജ് എന്ന പാരയിൽ വിഷമിക്കുന്ന അവസ്ഥയിലായി. തിരികേശം വലിച്ചു പറിക്കുമ്പോൾ പ്രകാശ് എന്ന പാവം മനുഷ്യന് വേദന ഉണ്ടാകും എന്ന ചിന്തയൊന്നും ആരാധകർക്ക് ഒട്ടുമില്ലായിരുന്നു. പ്രകാശ് പറയുന്ന മറ്റൊരു സംഭവം, ഒരു നാൾ പ്രകാശിനെ തേടി ഒരു ഫോൺ വരുന്നു. ഫോൺ എടുത്തു. ഹലോ, ആരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സരസ്വതി ഗാന്ധി, മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ്റെ ഭാര്യയാണ്. എനിക്ക് കത്തനാരെ ഒന്ന് നേരിൽ കാണണം. താങ്കൾ എവിടെ താമസം? ആരോ പറ്റിക്കാൻ വിളിക്കുകയാണെന്ന് പ്രകാശിന് മനസ്സിലായി. പ്രകാശ് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ഒരു സംശയം തീർക്കാനായിട്ട് അവർ പറഞ്ഞ ഫ്ലാറ്റിൽ പ്രകാശിൻ്റെ ഒരു സുഹൃത്ത് താമസമുണ്ട്. പ്രകാശ് സുഹൃത്തിനെ വിളിച്ചു. ഏയ്, നീ താമസിക്കുന്ന ഫ്ലാറ്റില്ലേ സരസ്വതി ഗാന്ധി എന്ന് പറഞ്ഞ, അല്ല ഗാന്ധിജിയുടെ ചെറുമകൾ താമസമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, സരസ്വതി ഗാന്ധി ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രകാശ് സരസ്വതി ഗാന്ധിയെ തിരിച്ചു വിളിച്ചു. ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് സരസ്വതി ഗാന്ധിയെ കാണാൻ ചെന്നു. പ്രകാശ് പറയുന്നത് 1947 മുൻപുള്ള ഇന്ത്യയിലുള്ള ഒരു വീട്ടിൽ പ്രവേശിച്ച ഫീലിംഗ് ആയിരുന്നു ആ ഫ്ലാറ്റിനകം എന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ സാന്നിധ്യത്തിലുള്ള അവിടെ ഇരുന്ന് തൻ്റെ ആരാധികയായ മഹാത്മാഗാന്ധിജിയുടെ 3ാം തലമുറയോട് പ്രകാശ് സംസാരിച്ചു. കടമറ്റത്ത് കത്തനാർ നേടിക്കൊടുത്ത ഒരു മഹാഭാഗ്യമാണത്. കടമറ്റത്ത് അച്ഛനായി കൊട്ടാരക്കര ശ്രീധരനാരായണനാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചത്. ആദ്യത്തെ കടമറ്റത്ത് കത്തനാർ നായകൻ കൊട്ടാരക്കരയാണ്. പിന്നെ ഒരു കത്തനാർ വന്നു, അത് പ്രേം നസീറായിരുന്നു നായകൻ. ഇപ്പോൾ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ഒരുപാട് കോടികൾ മുടക്കി ജയസൂര്യയെ കത്തനാരാക്കി പുതിയൊരു പടം എടുക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ ഞാൻ വേറൊരു രഹസ്യം പറയാം. കടമറ്റത്ത് കത്തനാർ ചെയ്ത ടി.എസ്. സുരേഷ് ബാബുവിന് എന്തുകൊണ്ടോ അത് ചെയ്തിട്ട് കൊതി തീർന്നില്ല. ഒരു സിനിമയായി കത്തനാരെ മാറ്റാൻ സുരേഷ് ബാബു വള്ളേനുണ്ടാക്കി. തൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിയോട്, കോട്ടയം കുഞ്ഞച്ചനടക്കം കിഴക്കൻ പത്രോസ് അടക്കം മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട സംവിധായകരിലുള്ള ഒരാളാണല്ലോ ടി.എസ്. സുരേഷ് ബാബു. അപ്പോൾ ബാബുചേട്ടൻ പോയി മമ്മൂട്ടിയോട് കാര്യം പറഞ്ഞു. നല്ല ചിലവ് വരില്ലേ എന്ന് മമ്മൂട്ടി ചോദിച്ചു. ഗോകുലം ഗോപാലനെ കണ്ട് കാര്യം പറയാൻ ഏൽപ്പിച്ചു. സുരേഷ് ബാബു ഗോകുലത്തിനെ കണ്ടു.
കത്തനാർ മറ്റ് ഭാഷകളിൽ പോവില്ല. കാരണം അത് കേരളത്തിൻ്റെ മാത്രം എന്താ പറയുക സ്വന്തമാണല്ലോ. ഇവിടത്തേക്ക് മാത്രമേ അത് മനസ്സിലാവൂ, വേറെ ഒരു സ്റ്റേറ്റിലും അത് മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കോടികൾ മുടക്കി ചെയ്താൽ അത് വർക്കൗട്ട് ആവില്ല എന്നിടത്തെത്തി ഗോകുലം. അങ്ങനെ മമ്മൂട്ടി കടമറ്റത്ത് അച്ഛനൊക്കെ ആവുമ്പോൾ ചിലവ് കുറയ്ക്കാനും പറ്റില്ല. അവിടെ ചർച്ച അവസാനിച്ചു. പിന്നെ അറിയുന്നു ജയസൂര്യ കടമറ്റത്ത് അച്ഛൻ ആകുന്നു എന്ന്, അത് ഗോകുലം നിർമ്മിക്കുന്നുവെന്ന്. വലിയ വിജയമാകട്ടെ പുതിയ കത്തനാർ എന്നാണ് ഞാൻ ബാബുട്ടനെ വിളിച്ചിരുന്നു. കത്തനാരായി വിലസുന്ന സമയം അതിലെ ഒരു കഥാപാത്രം ചെയ്യാനായി രാജംബി ദേവ് സെറ്റിലെത്തി. കത്തനാരായി ഒരു പുതുമുഖം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് തങ്ങളോടൊപ്പം വിലസി അഭിനയിക്കുന്നത് കണ്ടപ്പോൾ ഇവനൊക്കെ എന്നാ ഇതൊക്കെ തുടങ്ങിയത് എന്ന ഒരു ചിന്ത രാജേട്ടൻ എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ വന്നു. നമ്മൾ വർഷങ്ങളായി തട്ടിൽ കയറുന്നു, നാടകത്തിന് കയറുന്നു, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നു എന്ന പുച്ഛഭാവം രാജംബി ദേവിന്. പ്രകാശ് പോള്, താങ്കൾ കരുതുന്നത് 100% ശരിയാണ്, താങ്കളൊക്കെ എത്ര ഉയരത്തിലാണ്, ഞാനൊരു ശിശു എന്നുള്ള നിലയിൽ നിന്നു കൊടുത്തു. പ്രകാശിന് മനസ്സിലായി. 20 ദിവസം രാജംബി ദേവ് കത്തനാറിൽ അഭിനയിക്കാനായിട്ടുണ്ടായിരുന്നു. ആ ദിവസങ്ങൾ കൊണ്ട് പ്രകാശ് പോള് രാജംബി ദേവിൻ്റെ മനസ്സ് കീഴടക്കി. ചിത്രീകരണം രാജംബി ദേവിൻ്റെ റോൾ കഴിഞ്ഞു. യാത്ര പറയാൻ നേരം രാജംബി ദേവിൻ്റെ കണ്ണ് നനഞ്ഞു എന്നാണ് പ്രകാശ് പോൾ പറയുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെയാണല്ലോ തെറ്റിദ്ധരിച്ചതെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അതാണല്ലോ യഥാർത്ഥ കലാകാരൻ. കൊടും മന്ത്രവാദിയാവാൻ, ഈ കത്തനാറിലൊരു മന്ത്രവാദി, കൊടും മന്ത്രവാദിയാകാനായിട്ട് നമ്മളെ കീരിക്കാടൻ ജോസ് എന്ന മോഹൻ ജോസ് സെറ്റിലെത്തി. കത്തനാരുടെ സങ്കേതത്തിൽ വന്ന് വെല്ലുവിളിക്കുന്ന സീനാണ്. 3 പേജിൽ നിറയെ എഴുതി വച്ചിരിക്കുക ഡയലോഗ്. ആര്? കീരിക്കാടൻ മന്ത്രവാദി പറയേണ്ട ഡയലോഗ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ളതിൽ 99% ഡയലോഗും പറയേണ്ടത് ഈ മന്ത്രവാദിയാണ്, അല്ലെങ്കിൽ കീരിക്കാടനാണ്. കീരിക്കാടൻ അത് വായിച്ച് ശരിക്കും കണ്ണ് തെളിപ്പി. കാരണം ഡയലോഗൊന്നും പറയാൻ പുള്ളിക്ക് പറ്റില്ല, അതാണ് പ്രശ്നം. പാവത്താനായ കീരിക്കാടൻ കുത്തിയിരുന്ന് മൊത്തം ഡയലോഗ് പഠിച്ചു. അതുവരെ ചെയ്ത സിനിമകളിലൊക്കെ ഒരു മുക്കോ മൂലയിലൊക്കെ ഉള്ള മുക്കലോ മൂളലൊക്കെ ഉണ്ടാവുള്ളൂ. മൊത്തം ഇടിയാണല്ലോ, ഇടി വാങ്ങലും ഇടി കൊടുക്കലുമാണല്ലോ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡയലോഗ് പറഞ്ഞു പോയിട്ടുള്ള തനിക്കിട്ട് ആരോ പണി തന്നതാണ് എന്ന് കീരിക്കാടന് തോന്നി ഇത്രയും ഡയലോഗ് കണ്ടപ്പോൾ. ഈ മന്ത്രവാദി എന്ന് ന്യായമായും കീരിക്കാടന് സംശയം വന്നു. ഇതൊരു പാര വയ്ക്കാനായിട്ട് എനിക്ക് ഉണ്ടാക്കി വെച്ച മന്ത്രവാദിയാണെന്ന് കീരിക്കാടന് മനസ്സിലായി. കൂടെയുള്ള ശിഷ്യന്മാരായിട്ടാണെങ്കിലോ ബഹു രസമാണ്. ബാബുരാജും നമ്മുടെ മരിച്ചുപോയ കൊല്ലത്തെ അജിത്ത്, തടിയൻ അജിത്തുമാണ് ഈ മന്ത്രവാദിയുടെ ശിഷ്യന്മാർ. ഇവർ രണ്ടുപേരും ഭാഗ്യത്തിന് ക്യാമറയ്ക്ക് പിന്തിരിഞ്ഞാണ് നിൽക്കുന്നത്. അവരെ പുറകുവശം മാത്രമേ കാണൂ, അവരുടെ സൈഡ് ഷെല്ലാണ് വച്ചിരിക്കുന്ന ഷോട്ട്. എന്നാൽ കത്തനാർ പ്രൊഫൈലിൽ നിൽപ്പുണ്ട്. അപ്പോൾ കത്തനാരും എന്താ പറയുക, കീരിക്കാടനും മോഹൻ ജോസും ഫ്രെയിമിലുണ്ട്. മറ്റൊരു രണ്ടുപേരെയും ബാക്കേ ഉള്ളൂ. അവരെന്ത് കാണിച്ചാലും കുഴപ്പമില്ല. അഴകിയ രാവണൻ എന്ന് പറഞ്ഞ കമലിൻ്റെ സിനിമയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നസെൻ്റ് അരി പെറുക്കിയതിനേക്കാൾ മോശമായി കീരിക്കാടൻ ഡയലോഗുകൾ വച്ച് കാച്ചി. എല്ലാം തെറ്റി അർത്ഥമൊന്നും ഇല്ലാതെ എന്തൊക്കെയൊക്കെ വിളിച്ച് പറയുകയാണ്. ശിഷ്യന്മാരായി വന്ന ബാബുരാജും അജിത്തും അറിയാതെ ചിരിച്ചുപോയി. ബാക്കായോണ്ട് അറിയില്ലല്ലോ, ഇങ്ങനെ കുലുങ്ങയല്ലേ ഉള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. കത്തനാർ ഫ്രെയിമിലുള്ളതിനാൽ പ്രകാശ് പോൾ മുഖത്ത് വന്ന എല്ലാം അടക്കി നിന്നു. ചിരിയോ ദേഷ്യമോ അണപൊട്ടുമ്പോൾ തൻ്റെ കൈവശമുള്ള വടി കറക്കിയും നിലത്ത് കുത്തിയും പ്രകാശ് പിടിച്ചു നിന്നു. ബാബുരാജിൻ്റെ കൺട്രോൾ പോയി. അജിത്തിനെ നോക്കി ബാബുരാജ് പൊട്ടി അങ്ങ് ചിരിച്ചുപോയി. കാരണം ഇത് ടേക്കാണെന്നുള്ള ബോധമൊക്കെ പോയി. കാരണം അത്രയ്ക്ക് പൊട്ട തെറ്റുകളാണ് കീരിക്കാടൻ വിളിച്ച് പറയുന്നത്. കൺട്രോൾ പോയപ്പോൾ ബാബുരാജ് അജിത്തിനെ നോക്കി പൊട്ടിച്ചിരിച്ചു. കീരിക്കാടൻ്റെ നിയന്ത്രണം വിട്ടു. കയ്യിലിരുന്നതൊക്കെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ആരോടൊന്നില്ലാതെ മലയാളത്തിൽ അതുവരെ കേട്ടിട്ടുള്ള മുഴുവൻ തെറിയും അവിടെ നിന്നോട് വിളിച്ചു. സൂപ്പറായി ഞാൻ ചെയ്തത്, യുവമാർ കോളമാക്കി എന്നാണ് ഈ തെറി വിളിച്ചതിന് ന്യായീകരണമായിട്ട് കീരിക്കാടൻ പറഞ്ഞത്. പ്രകാശ് പോൾ പറയുന്നത് ഈ അനുഭവം തനിക്കുണ്ടായതാണ്. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞ
സീരിയലിലാണ് ആദ്യമായിട്ട് കിരീട പ്രകാശ് പോൾ അഭിനയിച്ചത്. ആ സെറ്റിൽ എനിക്കും ഇതുപോലെ തെറ്റി എന്നാണ് പ്രകാശ് പോൾ പറയുന്നത്. ക്യാമറയുടെ കറകറ ശബ്ദവും ചുറ്റിനും ആൾക്കാരും ഡയലോഗും എല്ലാം കൂടി എന്നെ ചുറ്റിച്ചു കളഞ്ഞു എന്നാണ് പാലിയത്തച്ഛനിൽ അഭിനയിച്ച അനുഭവം പ്രകാശ് പോൾ പറയുന്നത്. എങ്ങനെയൊക്കെ ഒപ്പിച്ചു. അന്ന് തീരുമാനിച്ചതാണ് അഭിനയം തനിക്ക് പറ്റിയ ഫീൽഡല്ല എന്ന്. എന്നിട്ടും സുരേഷ് ബാബു വിളിച്ചു പോയി അഭിനയിച്ചു. അതാണ് പ്രശ്നം. അടൂരിനടുത്ത് നിന്നും ഒരു സ്ത്രീ വിളിച്ചൊരിക്കുക. അവർക്കൊരാഗ്രഹം, കത്തനാരെ നേരിലൊന്ന് കാണണം, വന്നോട്ടെ വീട്ടിലേക്ക് എന്ന് അവർ ചോദിച്ചു. അവർ ഈ വിളിച്ചതിൻ്റെ അന്ന് രാത്രിയല്ല വെളുപ്പാങ്കാലത്ത് വിദേശത്തേക്ക് എവിടേക്കോ പോവുകയാണ്. കത്തനാരെ കണ്ടിട്ട് നേരെ എയർപോർട്ടിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. വെളുപ്പിനൊരു 3 മണി കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്നു. അപ്പോൾ പ്രകാശ് തന്നെ എണീറ്റ് ലൈറ്റിട്ട് വാതിൽ തുറന്നിങ്ങനെ നോക്കുമ്പോൾ, ആ ഗേറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു നിമിഷം ശരിക്കും പറഞ്ഞാൽ പ്രകാശ് പോൾ ഭയന്നു പോയി എന്നാണ് പറയുന്നത്. കാരണം ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് ശേഷമോ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. കാരണം വീടിൻ്റെ മതിലിന് പൊക്കം കുറവാണ്. ആ പൊക്കം കുറവും ഭയങ്കര നീളമുള്ള മതിലാണ്, പക്ഷേ പൊക്കം കുറവാണ്. പ്രകാശ് പോൾ നോക്കുമ്പോൾ ആ മതിലിൽ മുഴുവൻ തലകൾ മാത്രം ഇരിക്കുന്നു, മനുഷ്യരുടെ നിരന്നിരിക്കുന്നു തലകൾ, ശരീരമില്ല. പ്രേതങ്ങളെ പ്രകാശ് പോൾ കണ്ടിട്ടില്ല എന്നതിനാൽ പ്രേതങ്ങളോട് വിശ്വാസവുമില്ല. ഇത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അടൂരിൽ നിന്ന് ഇവരെ യാത്ര അയക്കാനായിട്ട് 3 വണ്ടികളിലാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. അവരോടെല്ലാം കത്തനാരെ ജീവനോടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാണാനായിട്ട് റോഡിൽ നിന്നിട്ട് മതിലിൽ തല ഇങ്ങനെ വെച്ചിരിക്കുക, ബാക്കി ശരീരം റോഡിൽ കിടക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തല മാത്രമേ ഉള്ളൂ മതിലിൽ. അത് കണ്ടാണ് പ്രകാശ് പോൾ ഞെട്ടിയത്. പ്രകാശ് പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു കാഴ്ച പിന്നെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. കടമറ്റത്ത് കത്തനാർ പ്രകാശിൻ്റെ ജീവിതത്തിൽ വരുത്തിയ ക്രൂരത കൂടി പറഞ്ഞ് ഈ കഥ അവസാനിപ്പിക്കാം. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം എന്ന നിർബന്ധം എപ്പോഴും പാലിച്ചിരുന്ന ഒരാളായിരുന്നു കാർത്തികേയൻ സുബ്രഹ്മണ്യം, മെർലാൻഡിലെ കാർത്തികേയൻ സുബ്രഹ്മണ്യം. 100 ഭാഗം കത്തനാരെത്തിയപ്പോഴേക്കും തുടക്കത്തിലുണ്ടായിരുന്ന ചടുലതയൊന്നും ഇല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. കഥ ഏതാണ്ട് തീർന്നു. പിന്നെ നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ കള്ളക്കഥകൾ കയറ്റണം. റേറ്റിങ്ങിൽ നന്നായി പോകുന്ന പരമ്പരയായിട്ടും കത്തനാർ അവസാനിപ്പിക്കാമെന്ന് കാർത്തിക സാർ തീരുമാനിച്ചു. പക്ഷേ ഏഷ്യാനെറ്റൊന്നും സംഭവിച്ചില്ല. നിർത്തരുത്, അത് നീട്ടി കൊണ്ടുപോകും. പക്ഷേ കാർത്തിക സാർ നിർബന്ധമായിട്ട് പറഞ്ഞു, ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊള്ളൂല, നമ്മൾ പഴയ സിനിമകളൊക്കെ എടുത്ത് ഇത് കയറ്റണതിനെ കള്ളക്കഥകൾ ഉണ്ടാക്കിയാലേ നിൽക്കൂ. 100 എപ്പിസോഡെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്ര സിനിമയുടെ വലിപ്പമായെന്ന്. കടമറ്റത്ത് അച്ഛനായ പ്രകാശ് പോൾ അമൃതയിൽ പോയി ഒരു പരമ്പരയിൽ നായകനായി. പ്രകാശ് തന്നെ പറയുന്നത്, ആ വേഷം മോഹൻലാലൊക്കെ ഷൈൻ ചെയ്ത് ചെയ്യേണ്ട വേഷമാണ്. പ്രേക്ഷകർക്ക് അങ്ങനെയുള്ളൊരു വേഷത്തിൽ പ്രകാശിനെ കാണാൻ പറ്റുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ കിടക്കുന്നത് കടമറ്റത്ത് അച്ഛനാണ്. അങ്ങനെ ആ സീരിയൽ പാതി വഴിയിൽ നിർത്തി. അപ്പോഴാണ് കടമറ്റത്ത് അച്ഛൻ്റെ പുതിയ ഒരു വേർഷൻ നമുക്ക് ചെയ്താലോ എന്ന ചിന്ത പ്രകാശ് പോളിനുണ്ടാവുന്നത്. കഷ്ടകാലം വരുമ്പോൾ കല്ലുമഴ പെയ്യുമെന്ന് പറയുമ്പോഴാണ്. കത്തനാർ ജനിച്ച് 400 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വീണ്ടും പുനർജനിക്കുന്നതാണ് ഒരിക്കൽ കൂടി കത്തനാർ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രകാശ് പോൾ ഉണ്ടാക്കിയ കഥ. രമേശ് ചെന്നിത്തലയ്ക്കാണ് അക്കാലത്ത് ജയ്ഹിന്ദ് ചാനലിൻ്റെ ചുമതല. വേറൊരു പരമ്പരക്കാര്യം സംസാരിക്കാനായിട്ട് പ്രകാശ് പോൾ ചെന്നിത്തലയെ കാണാൻ ചെന്നു. വർത്തമാനത്തിനിടയിൽ 400 വർഷം കഴിഞ്ഞ് പുനർജനിച്ച കത്തനാരുടെ കഥ ഞാൻ സീരിയലാക്കാനുള്ള പ്ലാനിങ്ങിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ചെന്നിത്തല അതിൽ കയറി പിടിച്ചു. നിങ്ങൾ വേറെ ഏതിൽ വേണോ എന്ത് വേണോ ചെയ്തോ, പക്ഷേ ജയ്ഹിന്ദിൽ ചെയ്യുന്ന പരമ്പര ഈ 400 വർഷത്തിന് ശേഷം ജനിക്കുന്ന കത്തനാരെ പറ്റി തന്നെ വേണം എന്ന് വാശി പിടിച്ചു. 2.5 ലക്ഷം രൂപ ചിലവാക്കി പൈലറ്റ് എപ്പിസോഡ് എടുത്തു പ്രകാശ് പോൾ. അപ്പോൾ മജു സൈമൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ആനിമേഷൻ ചെയ്യുന്ന ഒരാളുണ്ട്, മിടുക്കനായ ആനിമേറ്റർ. അദ്ദേഹമാണ് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും. സുരേഷ് ബാബു അല്ല സംവിധായകൻ, മജു സൈമൻ്റെ കൂടെയുള്ള ഒരാളാണ് സംവിധായകൻ. മജു സൈമൻ്റെ ബാക്കിംഗ് ഉണ്ട്. നിർമ്മാതാവ് പ്രകാശ് പോൾ തന്നെ. അപ്പോൾ 2.5 ലക്ഷം രൂപ ചിലവാക്കി പൈലറ്റ് എപ്പിസോഡ് എടുത്തു. 1,30,000 രൂപ ഓരോ എപ്പിസോഡിനും തരണം എന്ന് പ്രകാശ് പോൾ പറഞ്ഞു. എങ്കിലും മുതലാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ
MM ഹസൻ പറഞ്ഞു, ഞാനൊരു താരിഫ് വയ്ക്കാം, ആദ്യത്തെ 20 എപ്പിസോഡിന് 1 ലക്ഷം രൂപ വെച്ച് തരും, അടുത്ത 20 എപ്പിസോഡിന് 1.5 ലക്ഷം രൂപ വെച്ച് തരും. അപ്പോൾ ഈ എഗ്രിമെൻ്റ് വയ്ക്കുമല്ലോ. അപ്പോൾ സൂര്യ ടി വിയിൽ എഗ്രിമെൻ്റ് വെച്ചാൽ 5 എപ്പിസോഡിൻ്റെ കാശ് എഗ്രിമെൻ്റ് വയ്ക്കുന്ന അപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് തരും. ആദ്യം പോകുന്ന 5 എപ്പിസോഡിൻ്റെ പൈസ ആദ്യമേ തരും സംപ്രേഷണം തുടങ്ങും മുമ്പ്. പിന്നെ ഓരോ വ്യാഴാഴ്ചയും ചെക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. ഏഷ്യാനെറ്റിലാണെങ്കിൽ 45 ദിവസം കഴിഞ്ഞാണ് എഗ്രിമെൻറ്റ്. 45 ദിവസം കഴിഞ്ഞ് സംപ്രേഷണം കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞാലേ പൈസ കിട്ടും. ഏഷ്യാനെറ്റിൻ്റെ എഗ്രിമെൻറ്റ് കോപ്പി വെച്ച് ജയ്ഹിന്ദ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ടൈപ്പ് ചെയ്ത വിദ്വാൻ 45 ദിവസം എന്നതിൽ 4 അടിക്കാൻ വിട്ടുപോയി. അങ്ങനെ 5 ദിവസം കഴിയുമ്പോൾ തരും എന്ന് എഗ്രിമെൻ്റ് അടിച്ച്. സൂര്യ ചെയ്യും പോലെ അതുകൊണ്ട് 5 നാൾ കഴിയുമ്പോൾ കാശ് കിട്ടും. ആദ്യ ആഴ്ച 5 ലക്ഷം കൊടുത്തു, അടുത്ത ആഴ്ചത്തെ 5 ലക്ഷം കൊടുത്തു. പിന്നെ 35 എപ്പിസോഡ് വരെ ഒറ്റ പൈസ കൊടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 5 ലക്ഷം കൊടുത്തു, പിന്നെ 2 ലക്ഷം കൊടുത്തു, പിന്നെ 20,000 കൊടുത്തു. ഇങ്ങനെയൊക്കെ ആയി. 5 ലക്ഷം എന്നുള്ളത് 20,000-ലേക്ക് എത്തി. വല്ലാത്ത ധർമ്മസങ്കടത്തിലായി പ്രകാശ് പോൾ. അയാൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും 1 ലക്ഷം രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് വരെ പലിശക്കെടുത്ത് ഷൂട്ടിംഗ് മുടക്കാൻ പറ്റില്ലല്ലോ ചെയ്തു. ജയ്ഹിന്ദിൽ ആരെങ്കിലും സീരിയൽ ജയ്ഹിന്ദ് ചാനലിൽ വരുന്നൊരു സീരിയൽ കാണുമോ എന്നാണ് പലരും ചോദിച്ചത്. എന്നാൽ പുതിയ യുഗത്തിൽ അല്ലെങ്കിൽ പുതിയ നൂറ്റാണ്ടിൽ വന്നിറങ്ങുന്ന കത്തനാർ ഹെലികോപ്റ്ററിലൊക്കെ വരുന്ന രീതിയിലൊക്കെയാണ് പ്രകാശ് പോൾ ചിത്രീകരിച്ചത്. ഹെലികോപ്റ്ററൊക്കെ വാടകയ്ക്ക് എടുത്ത് കത്തനാർ ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങിയപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. കാണാൻ ആളില്ലാതെ രണ്ടാമതെടുത്ത പ്രകാശ് പോൾ നിർമ്മിച്ച കത്തനാർ ആ കാലത്തിൽ ചത്തുപോയി. കോൺഗ്രസ്സുകാർ മാത്രം കത്തനാർ കണ്ടിരുന്നെങ്കിൽ തന്നെ സൂപ്പർ ഹിറ്റായനെ എൻ്റെ പരമ്പര എന്നാണ് പ്രകാശ് പോൾ പറയാറ്. പരമ്പര അകാലത്തിൽ നിന്ന ശേഷം യാദൃച്ഛികമായി എവിടെയോ വെച്ച് നമ്മുടെ നേതാവ് ജോസഫ് വാഴയ്ക്കനെ കണ്ടു. പ്രകാശ് പോൾ പരിചയമുണ്ട്. അങ്ങനെ ജോസഫ് വാഴയ്ക്കനെ കണ്ടു. അടുത്തൊന്നും കയ്യും കൊടുത്ത ശേഷം പ്രകാശ് പോളിനോട് ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞത്, കത്തനാർ കലക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ തന്നെ പോട്ടെ എന്നായിരുന്നു വാഴയ്ക്കൻ വെച്ച് കാച്ചിയത്. ജയ്ഹിന്ദ് കോൺഗ്രസ്സുകാർ കാണുന്നില്ല എന്നതിൻ്റെ നല്ല ഉദാഹരണമായിരുന്നു ഇത്. കാരണം കത്തനാർ നിർത്തിയിട്ട് എത്രയോ ആഴ്ചയായി, എത്രയോ മാസമായി. പക്ഷേ ചുമ്മാ അടിച്ചതാണ് വാഴയ്ക്കൻ. ഇങ്ങനെ തന്നെ പോട്ട് കേട്ടോ, മനോഹരമായിട്ടുണ്ട് നിങ്ങളുടെ കത്തനാർ, നിർത്തിയിട്ട് 6 മാസമായിട്ടായി. കടക്കാർ വിടുമോ? നൂറിനാട് എന്ന് പറഞ്ഞ മാവേലിക്കരയ്ക്ക് അടുത്ത് കൊല്ലം ജില്ലയിൽ നൂറിനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആഗ്രഹിച്ചു വെച്ച പുതിയ വീട് കിട്ടിയ വിലയ്ക്ക് വിറ്റ് കുറേ കടം തീർത്തു. ചെക്ക് കൊടുത്ത് വാങ്ങിയ കാശിനായിട്ട് ഇന്നും പ്രകാശ് പോളിൻ്റെ പിറകെ കടക്കാർ നടക്കുന്നു. 2017 പ്രകാശ് പോളിന് ഒരു പല്ലുവേദന വന്നു. നാടൻ മരുന്ന് വെച്ച് കുളമാക്കി. നാക്ക് വെന്തുപോയി. അവിടെ അത്രയും ഒരു മരവിപ്പ് പോലെയായി. ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടു. പല്ലുവേദനയല്ല, അത് സ്ട്രോക്കായിരുന്നു എന്ന് ആ ന്യൂറോളജിസ്റ്റ് പറഞ്ഞു. ഒപ്പം RCCയിലേക്ക് വിട്ടു. റീജിയണൽ ക്യാൻസർ സെൻ്ററിലൊന്ന് നിങ്ങൾ പോയി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് തലച്ചോറിനകത്ത് പ്രകാശിന് ട്യൂമറുണ്ട്. അതാണെങ്കിലോ എടുത്തു മാറ്റി കളയാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് ഈ ട്യൂമർ. എന്താണ് ട്രീറ്റ്മെൻറ്റ് ഒന്നും നിശ്ചയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത പൊസിഷനിലാണ് ആ ട്യൂമർ തലച്ചോറിനകത്തുള്ളത്. അവിടെ പ്രകാശ് ഒരു തീരുമാനമെടുത്തു. പ്രകാശ് ഭയങ്കര പിടിവാശിക്കാരനാണ്. എന്നാൽ ഇനി ചെക്കപ്പ് വേണ്ട എന്ന് പ്രകാശ് അങ്ങ് തീരുമാനിച്ചു. പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റും 2017 ശേഷം പ്രകാശ് ചെയ്തിട്ടില്ല. ഒന്നുകിൽ അസുഖം കാരണം മരിക്കും, ഇല്ലെങ്കിൽ കരകയറും. ഞാനെന്ന് പ്രകാശ് വിശ്വസിക്കുന്നു. മരിച്ചില്ലെങ്കിൽ നല്ലത്, ആയാലും കുഴപ്പമില്ല എന്നാണ് പ്രകാശിൻ്റെ ന്യായം. ഒരു സാധു മനുഷ്യനാണ്. അയാൾക്ക് താങ്ങാൻ പറ്റാത്ത അഭിമാനിയായ പ്രകാശ് പോൾ ഇങ്ങനൊരു വലിയ കടത്തിൽ ചെന്ന് പെടുക എന്നൊക്കെ പറഞ്ഞല്ലേ. ഒന്നാമത് പ്രകാശ് ചെയ്താണ് മണ്ടത്തരം. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകരുതായിരുന്നു. മുത്തയ്യ സാറിനെ പറഞ്ഞതുപോലെ, JC ഡാനിയലിനെ പറഞ്ഞ പോലെ, TK ബാലചന്ദ്രനെ പറഞ്ഞതുപോലെ കടമറ്റത്ത് കത്തനാർ ചെയ്ത് കയ്യിൽ കിട്ടിയ കാശും ഉദ്ഘാടനം ചെയ്ത് കിട്ടിയ കാശും എല്ലാം പോയി കടക്കാരനുമായി. ഇപ്പോൾ
ആധുനിക മെഡിക്കൽ സയൻസ് പറയുന്നു മാരകമായ അസുഖമാണ്. പ്രകാശ് പോൾ പറയുന്നു അസുഖമാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ ട്രീറ്റ് ചെയ്യില്ല, രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, ഇല്ലെങ്കിൽ സന്തോഷം. അങ്ങനെ തിരുവനന്തപുരത്ത് പ്രകാശ് പോൾ കഴിയുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിനയിക്കാൻ ഇറങ്ങുന്നവരും സിനിമ എടുക്കാൻ ഇറങ്ങുന്നവരും സീരിയൽ ചെയ്യാൻ ഇറങ്ങുന്നവരും ഒക്കെ പ്രകാശ് പോളിനുണ്ടായ അനുഭവം വീണ്ടും 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 ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.